ഹലോ എവ്രി വൺ, വെൽക്കം ടു അൺസീൻ വേവ്സ്. അപ്പോൾ നമ്മുടെ ക്യൂബയിലെ പൂൾ സൈഡിലുള്ള ഒരു ബാറാണിത്. വന്ന് ആദ്യ ഡേ ആണെങ്കിലും മൊത്തത്തിൽ നമ്മൾ ടാനായിപ്പോയി. ഇനി നമ്മൾ പോകുന്നതാണ് ഇവിടുത്തെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇവിടുത്തെ ബീച്ച്. ഐ എം വെരി എക്സൈറ്റഡ്. നമ്മുടെ നാട്ടിൽ പണ്ട് കുറേ കണ്ടുവരുന്ന ഓരോതരം ഇലച്ചെടികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അധികം നമുക്കത് കാണാൻ ഇല്ല. അപ്പോൾ ഇവിടെ ഞാൻ അങ്ങനത്തെ കുറേ ട്രോപ്പിക്കലായിട്ടുള്ള ചെടികളെല്ലാം കണ്ടിരുന്നു. ഈ കാണുന്നത് ഈ ബീച്ച് സൈഡിലുള്ള ഒരു ബാറാണ്. ആൻഡ് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളത് ഒരു ഫുഡ് കൗണ്ടറാണ്. പക്ഷെ അതൊരു സ്പെസിഫിക് ടൈമിങ്സിലാണ് ഓപ്പൺ ആക്കാറുള്ളത്. അങ്ങനെ ഫൈനലി കാത്തിരിപ്പിന് അവസാനമായി നമ്മൾ ബീച്ചിലെത്തിയേക്കാണ്. ഇതുവരെ നമ്മൾ ഗൂഗിൾ മാപ്സിൽ മാത്രമാണ് ഈ ബീച്ച് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ആൻഡ് ഇറ്റ് വാസ് മാജിക്കൽ. ആ ഒരു മാൽദീവ്സിനേക്കാളും ആക്ച്വലി നല്ല ബീച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം മാൽദീവ്സിൽ കുറച്ചും കൂടി സ്ട്രോങ് കറൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ തിരിച്ച് മെയിൻ ലോബിയിലേക്ക് പോവാണ്. ഈ ഒരു ഡ്രിങ്ക് കണ്ടോ, എന്താ പേരെന്നൊന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ല. കാണാനൊടുക്കത്തെ ലുക്കായിരുന്നെങ്കിലും ടേസ്റ്റൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അവിടുത്തെ ലഞ്ച് കൗണ്ടറിൽ പോയി. ഇപ്പം നമ്മൾ ബഫേ ആണ് ഓപ്റ്റ് ചെയ്തത്. അപ്പോൾ കുറേ ഡിഷസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഓരോ ലൈവ് കൗണ്ടേഴ്സ് ഉണ്ടാവുന്നു. ഇപ്പോൾ ഉച്ചയ്ക്കുള്ള സ്പെഷ്യൽ ഫിഷാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫിഷൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്ക് ഇഷ്ടപ്പെട്ട പോലെ അത് കുക്ക് ചെയ്ത് തരും. പിന്നെ ഇവിടുത്തെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഈ ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ് ആണ്. നമ്മൾ എസ്പെഷ്യലി കാനഡയിൽ നിന്ന് പോകുമ്പോൾ നമുക്കിതിൽ കുറേ ഫ്രൂട്ട്സൊന്നും ഇവിടെ എപ്പോഴും അവൈലബിൾ ആയിരിക്കില്ല. സോ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഇവിടെയുള്ള ഒരു വെസ്റ്റ്ജെറ്റിൻ്റെ ഒരു കൗണ്ടറിൽ പോയി. അവിടെ നമുക്ക് ഓരോ ദിവസത്തേക്കുള്ള ടൂർസ് എല്ലാം സെലക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കാറ്റമാരൻസോ അല്ലെങ്കിൽ സ്വിം വിത്ത് ഡോൾഫിൻ, ഫാം ടൂർ, അല്ലെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ സിറ്റി ടൂർ, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കത് സെലക്ട് ചെയ്യാം. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് വീണ്ടും സപ്പർ ടൈമായി. അപ്പോൾ ഞങ്ങളൊരു അലാക്കാർട്ട് റെസ്റ്റോറൻറ്റിൽ റിസർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ റെസ്റ്റോറൻറ്റ് ആക്സസ് ഒക്കെ കിട്ടുന്നത് നമ്മുടെ ആ ഡയമണ്ട് ക്ലബ് പാസ് ഉള്ളത് കൊണ്ടാണ്. സോ നമുക്ക് എവറിഡേ മോർണിംഗ് നമുക്ക് ഏതൊക്കെ ലഞ്ച് ഓർ ഡിന്നറിന് ലൈക്ക് ഓർ ബോത്ത് നമുക്കിങ്ങനെ ഒരു ബട്ട്ലർ ഉണ്ടാവും, അവരായിട്ട് ബുക്ക് ചെയ്യാം നമുക്ക് റിസർവേഷൻ. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ഡ്രിങ്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പിനക്കൊളാഡ വിതൗട്ട് ആൽക്കഹോളാണ് ഓർഡർ ചെയ്തത്. ആദ്യത്തെ ആവേശം കുടിച്ചപ്പോൾ ഉണ്ടായിരുന്നില്ല. ആക്ച്വലി ഒരു കെമിക്കൽ ടേസ്റ്റ് ആയിരുന്നു. പിന്നെ അതിലൊരു ഷുഗർ കെയിൻ ഒരു ഭംഗിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് വി ഹാവ് ടു മിക്സ് ഇറ്റ്. അപ്പോൾ ഞാനത് ഒന്നിനി മിക്സ് ചെയ്തിട്ട് കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നന്നായി മിക്സ് ചെയ്ത് ടേസ്റ്റ് ചെയ്തപ്പോൾ ഇറ്റ്സ് ആക്ച്വലി ഗുഡ്. ഒരു കോക്കനട്ട് ബേസ്ഡ് ഫ്ലേവറാണ്, കോക്കനട്ട് ആൻഡ് പൈനാപ്പിൾ. അപ്പോൾ ഞാനിത് ഓർഡർ ചെയ്ത കാരണം അല്ലാൻ ഇത്തിരിയും കൂടി വെറൈറ്റി പിടിച്ച് വേറെ ഒരു പിനക്കളോടെ ഓർഡർ ചെയ്തു വിത്ത് ഐ തിങ്ക് റോസ് സിറപ്പ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം പെട്ടല്ലോ, അപ്പോൾ മര്യാദയ്ക്ക് അല്ലാൻ അത് മിക്സ് ചെയ്യാൻ പോവായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു ഇങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിനത് ടേസ്റ്റ് ചെയ്തു ആൻഡ് അതും അത്ര പോരായിരുന്നു. വീണ്ടും അത് മിക്സ് ചെയ്ത് കഴിച്ചപ്പോൾ ഇറ്റ് വാസ് ഗുഡ്. അപ്പോൾ ഇവിടെ നമുക്ക് 3 കോഴ്സ് മീലാണ്. അപ്പോൾ ആദ്യം സ്റ്റാർട്ടറായിട്ട് ഇത് ഫിഷിൻ്റെ എന്തോ ഒരു ഐറ്റമാണ്. അപ്പോൾ ഞാനത് ഓർഡർ ചെയ്തു. അലൻ വെറൈറ്റി ഓഫ് ചീസാണ് ഓർഡർ ചെയ്തത്. കഴിച്ചു നോക്കി. ആക്ച്വലി എനിക്ക് തോന്നുന്നു റോ ഫിഷായിരുന്നു ഓൺ ടോപ്പ് ഓഫ് ദാറ്റ്. കുഴപ്പമില്ല. ആൻഡ് അലൻ്റെ നല്ല ടേസ്റ്റാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങളൊരു സീ ഫുഡ് സൂപ്പാണ് നെക്സ്റ്റ് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ മെയിൻ കോഴ്സായിട്ട് വന്നത് ഫിൽഡ് ചിക്കൻ ബ്രസ്റ്റ് ആൻഡ് ഞാനൊരു സ്റ്റേക്കാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫുഡ് ഈസ് ആക്ച്വലി ഫ്രഷ്, ബട്ട് ടേസ്റ്റ് വൈസ് ഐ തിങ്ക് അവരെല്ലാതും കുറച്ച് ഓവർ കുക്ക് ചെയ്തിട്ടാണ് നമുക്ക് തരുന്നതെന്ന്. പിന്നെ നമ്മൾ ഇവിടുത്തെ ഫുഡിൻ്റെ ഓപ്ഷൻസ് ആണെങ്കിലും ക്യൂബയിൽ വളരെ കുറവാണ്. നമുക്ക് ഡെസേർട്ടായിട്ട് ഒരു പുഡിങ് ഓർ ലൈക്ക് ഫ്ലാൻ കൈൻഡ് ഓഫ് തിങ്ങാണ് കിട്ടിയത്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ ഇവിടെ തന്നെ ഈ റിസോർട്ടിൻ്റെ ഉള്ളിലുള്ള
ഒരു സോനിയർ സ്റ്റോറിലേക്കാണ് പോയത്. നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ ക്യൂബൻ സിഗർ കാണാനാണ്. ക്യൂബയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഐറ്റംസ് ആണല്ലോ ക്യൂബൻ സിഗർ ആൻഡ് ഹവാന ക്ലബ്. അപ്പോൾ ഇവിടെ പോയി നമുക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ല. അപ്പോൾ എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ന്യൂമറസ് വെറൈറ്റി ഓഫ് സിഗേഴ്സ് ഉണ്ടായിരുന്നു. ഡിഫറെൻറ്റ് സൈസ്, ഡിഫറെൻറ്റ് ഷേപ്പ്, ഡിഫറെൻറ്റ് തിക്നെസ്. ആൻഡ് നമുക്കിതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാത്ത കാരണം ഞങ്ങൾ അവിടുത്തെ ആളോട് കുറേ ഡൗട്ട്സൊക്കെ ചോദിച്ചു. ആൻഡ് ഇറ്റ്സ് ആക്ച്വലി വെരി എക്സ്പെൻസീവ്. ഇവിടെ എല്ലാം USDയിലാണ് അവർ സെല്ല് ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു സിഗറിന് ഒരു $7 തൊട്ട് ഒരു $40 വരേക്കുള്ള സിഗേഴ്സ് അവർ കാണിച്ചു, ജസ്റ്റ് ഫോർ വൺ. അപ്പോൾ പാക്കിന് അത്യാവശ്യം ഒരു 30-40 ഒക്കെയാണ് മിനിമം ഉള്ളത്. അതിലൊരു 3 or 5 സിഗേഴ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ സിഗറിനെ ക്ലോസപ്പായിട്ട് കാണിച്ചു തരാം. ഇതവിടുത്തെ ഒരു വൺ ഓഫ് ദി എക്സ്പെൻസീവ് വണ്ണാണ്. അതുകൊണ്ടാണിത് തിക്നെസ് കൂടുതലുള്ളത്. ഈ സ്റ്റോറിൽ നമുക്ക് കുറച്ച് സോവനിയേഴ്സും അവൈലബിൾ ആണ്. പിന്നെ ഈ സിഗർ നമുക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ കട്ട് ചെയ്യണം. അപ്പോഴാണ് അതിൻ്റെ ആക്ച്വലി ആ വെൻസൊക്കെ ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ പിന്നെ നമുക്കത് കത്തിക്കാം. അങ്ങനെയാണിത് യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് നെക്സ്റ്റ് ഇവിടെ തന്നെയുള്ളൊരു മാർക്കറ്റിലേക്കാണ് പോകുന്നത്. അത് ഈ റിസോർട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ്, പക്ഷേ വേറെ റിസോർട്ട്സിനും ആക്സസ് ഉണ്ട്, ലൈക്ക് ജസ്റ്റ് ഔട്ട്സൈഡ് ദ റിസോർട്ട്. പക്ഷേ ലോക്കൽ മാർക്കറ്റ് അല്ല. അപ്പോൾ ഞങ്ങളങ്ങോട്ട് ഈ ഒരു ഇലക്ട്രിക് ഷട്ടിലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ അവിടേക്ക് നടന്നു പോകാം, പക്ഷേ ഈ നല്ല ചൂടായ കാരണം ഞങ്ങൾ ഈ ഷട്ടിലാണ് ഓപ്റ്റ് ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ മാർക്കറ്റിൻ്റെ എൻട്രൻസ്. അപ്പോൾ നമുക്കിവിടെ ഷോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഷട്ടിൽസ് വന്ന് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ തിരിച്ച് നമുക്കൊരു ഷട്ടിലിൽ തിരിച്ചു വരാം, അല്ലെങ്കിൽ നമുക്ക് നടന്ന് വരേണ്ടി വരും. പിന്നെ ഇവിടെ കുറച്ച് ചെറിയ ചെറിയ സ്റ്റോഴ്സ് ഉണ്ട്. അപ്പോൾ അവിടെ കുറേ സോവനിയേഴ്സ് ആൻഡ് ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ബ്യൂട്ടി പാർലർ ഉണ്ട്, പിന്നെ ബൗളിംഗ് ആലി ഉണ്ട്, DJ സെൻറ്റർ, ലൈക്ക് അങ്ങനെ കുറച്ച് എൻ്റർടൈൻമെൻറ്റ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കിനി ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ ഒരു ഇങ്ങനത്തെ ഡ്രിങ്ക്സ് ആൻഡ് സിഗാറൊക്കെ കിട്ടുന്ന ഒരു സ്റ്റോർ ഉണ്ടെന്ന് അറിഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അവിടെയും കൂടി ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു, നമുക്ക് എന്തെങ്കിലും പ്രൈസ് ഡിഫറൻസ് ഒക്കെ ഉണ്ടോയെന്ന് അറിയാനായിട്ട്. ആക്ച്വലി അവിടെ പോയപ്പോഴാണ് നമുക്കൊരു സത്യം മനസ്സിലായത്, നമ്മൾ പറ്റിക്കപ്പെട്ടു ഗൈസ്. അവിടെ ആക്ച്വലി നമ്മൾ വാങ്ങിച്ചതിനേക്കാളും $3-4 വെച്ച് കുറവായിരുന്നു. ആൻഡ് ദേ ഹാവ് മോർ വെറൈറ്റീസ്. പക്ഷെ അധികം കുഴപ്പമില്ല, നമ്മൾ ജസ്റ്റ് ഒരു സോവനിയറായിട്ട് ഒരെണ്ണം വാങ്ങിച്ചെന്നുള്ളൂ. അപ്പോൾ നമുക്ക് അധികം നഷ്ടമൊന്നും വന്നിട്ടില്ല. പക്ഷേ ഓൾവേസ് റിമെമ്പർ, നമ്മൾ റിസോർട്ടിലുള്ള സ്റ്റോഴ്സിൽ എപ്പോഴും പൈസ കൂടുതലായിരിക്കും. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് പുറത്തേക്ക് പോയാൽ നന്നായിട്ട് റേറ്റ് കുറവായിരിക്കും. പിന്നെ നമ്മുടെ ഫസ്റ്റ് ക്യൂബൻ ട്രിപ്പായ കാരണം ഞങ്ങൾ ഇപ്രാവശ്യം റിസോർട്ടിൽ തന്നെ സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. പുറത്തേക്ക് അങ്ങനെ അധികം ലോക്കൽ തിങ്സ് ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നില്ല. പിന്നെ ഞങ്ങളവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, വേറെ കുറച്ച് സ്റ്റോഴ്സിലൊക്കെ കയറി നോക്കി. പിന്നെ എല്ലാം ഇവിടെ ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഐറ്റംസാണ് ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ ഒരു ടവർ പോലെ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു. എനിക്കവിടെ കോണികളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടെ അത് മുകളിലേക്ക് പോകാനായിട്ട് നമുക്ക് പറ്റുമെന്ന്. പിന്നെ ഓൾറെഡി നല്ല ചൂടായ കാരണം ഞങ്ങൾ പിന്നെ നെക്സ്റ്റ് ഒരു ഷട്ടിലിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഇനി ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.